പാഠം 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ടും ബേസിക്സ് അറിയാത്ത, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ് ഇപ്പോഴും ക്ലിയർ ആവാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ കേൾക്കാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 90% പ്രാക്ടിക്കലാണ് എന്നുള്ളതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് സ്വിമ്മിങ്ങോ ഡ്രൈവിങ്ങോ ഒക്കെ പോലെ ഫുള്ളി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്സുകളല്ല ശരിക്കും നിങ്ങൾക്ക് വേണ്ടത്. ഇതിൽ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഇതിൽ ഓരോ കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തിയറി അറിഞ്ഞെങ്കിൽ മാത്രമാണല്ലോ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഈ വീഡിയോ അല്ല, ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആക്കിയിട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഓൾറെഡി കോഴ്സ് കഴിഞ്ഞവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അതുപോലെ തന്നെ സെയിൽസും. രണ്ടിൻ്റെയും പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യാമെന്നാണെങ്കിൽ പോലും രണ്ടിൻ്റെയും അപ്രോച്ചിലും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിലും ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബ്രാൻഡ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്തിട്ടുള്ള ലീഡ്സ് കൺവേർട്ട് ചെയ്ത് സെയിൽസ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ കസ്റ്റമർ ആക്കി മാറ്റുക എന്നുള്ളതാണ് സെയിൽസ് ടീം ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത്രയേ ഉള്ളൂ. കസ്റ്റമേഴ്സിനെ കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനുള്ള ഒരു ഡിസിഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ടീം ചെയ്യുന്നത്. അതിനെ കോണ്ടാക്ട് ചെയ്ത് ഡയറക്റ്റോ അല്ലെങ്കിൽ 1-to-1 കോണ്ടാക്ട് ചെയ്ത് ആ ലീഡ് ക്ലോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സെയിൽസ് ടീമിൻ്റെ ഡ്യൂട്ടി. അതായത് മാർക്കറ്റിംഗ് ടീം നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ടീമിൻ്റെ പണി കുറയും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനി എന്താണെന്ന് നോക്കാം നമുക്ക്. ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നല്ല പറയുക, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്നാണ് പറയുക. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള മീഡിയംസ് ഏതൊക്കെ വരും? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, മൊബൈൽ ആപ്സ്, വെബ്സൈറ്റുകൾ, ഇമെയിൽസ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ പരസ്യം ചെയ്യൽ മാത്രമല്ല, അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, അതായത് ടി വിയിൽ ആഡ്സ് വരുന്നതിന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നല്ലല്ലോ പറയാം. അതായത് അതൊരു ഡിജിറ്റൽ മീഡിയ ആണെങ്കിൽ പോലും നമ്മൾ അതിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നല്ലല്ലോ പറയാം. അതൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡാണ്. പണ്ട് തൊട്ടേ ഉള്ള ഒരു അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. അതിനെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് കേട്ടോ. മിക്കവർക്കുള്ള ഡൗട്ടാണ്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ നല്ലത്? അപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നല്ലത് എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ ഹോർഡിങ്സ് വയ്ക്കുക, ഫ്ലെക്സ് ബോർഡ് വയ്ക്കുക, അല്ലെങ്കിൽ നോട്ടീസ്, അതിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോഴും. ചില കമ്പനീസിന് അല്ലെങ്കിൽ ചില ബിസിനസ്സുകൾക്ക് വർക്കൗട്ട് ആവുന്നത് ചിലപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതികളായിരിക്കും, ചിലർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് ഇത് രണ്ടും വർക്കൗട്ട് ആകും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. റിസൾട്ട് മെഷർ ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാം. അത് മാത്രമല്ല കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശരിക്കും ഏത് ബിസിനസ്സിന് നമ്മൾ എന്ത് ടൈപ്പ് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ മാർക്കറ്ററിൻ്റെ ഒരു എഫിഷ്യൻസിയോ അല്ലെങ്കിൽ ആളുടെ ഒരു തോട്ട് പോലെ ഇരിക്കും. അതായത് എന്താണോ അവർക്ക് വർക്കൗട്ട് ആവേണ്ടത് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല റിസൾട്ട് കൊണ്ടുവരുന്ന ആരോ പറയുന്നത് കേട്ടിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യല്ല വേണ്ടത്. ആ പർട്ടിക്കുലർ ബിസിനസ്സിന് എങ്ങനെയാണോ വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ളതെന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യുക, അത് ചെയ്യുക. അങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുക. ഇനി ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ്, ഈ രണ്ട് അപ്രോച്ചസിനെ പറ്റി പറയാം. ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ മാർക്കറ്റിംഗ് എഫേർട്സ് വഴി
നമ്മൾ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയാം. അതായത് കസ്റ്റമർ നമ്മൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പ്രൊമോഷണൽ മെത്തേഡ്സ് വഴി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ചാനൽസ് വഴി പല പല പ്രൊമോഷൻസ് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അങ്ങോട്ടേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. അടുത്തത് വെബ്സൈറ്റുകളാണ്. വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഈ പറയാൻ പോകുന്നത്. അതായത് വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ ബിസിനസ് വെബ്സൈറ്റുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ കൊമേഴ്സ് സൈറ്റുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ വെബ്സൈറ്റുകൾ, എൻ്റർടൈൻമെൻറ്റ് വെബ്സൈറ്റ്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇതിലിപ്പോൾ ബിസിനസ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവുക? ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അവരുടെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, സർവീസസ് ആണെങ്കിൽ സർവീസസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ബിസിനസ് വെബ്സൈറ്റ് ഉണ്ടാവുക. കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അത് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇനി നോർമൽ മറ്റു പല വെബ്സൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് അഡ്വർടൈസ്മെൻറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് എനിക്കും അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, എൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ആഡ്സ് എൻ്റെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ റൺ ചെയ്യിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാം. അപ്പോൾ അതിൽ റൺ ചെയ്യുന്ന ആഡ്സിനനുസരിച്ച് എനിക്കൊരു റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒരു യൂസേജ് കൂട്ടാ വെബ്സൈറ്റിൻ്റെ. ബിസിനസ്സിൻ്റെ ഇൻഫോർമേഷൻ മാത്രം ഷോക്കേസ് ചെയ്യാനോ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ മാത്രം ഷോക്കേസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് മാത്രമല്ല വെബ്സൈറ്റ്. നമുക്ക് വെബ്സൈറ്റിൽ വിസിറ്റേഴ്സ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു യൂസേജ് ആണ് വെബ്സൈറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വെബ്സൈറ്റിനെ പറ്റിയിട്ടും വെബ്സൈറ്റിൻ്റെ യൂസേഴ്സിനെ പറ്റിയിട്ടും നിങ്ങൾ ബേസിക് ആയിട്ടെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഞാനൊരു കഥ പറയാം. ഫേസ്ബുക്കിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോണേ. അതായത് 2004 മാർക്ക് സക്കർബർഗിന് ഒരു 19ാമത്തെ വയസ്സിലാണ് ഈ ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്യുന്നത്. ആദ്യം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിൻ്റെ ഉള്ളിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോം. പെട്ടെന്ന് തന്നെ അതിനൊരു ആക്സെപ്റ്റൻസ് കിട്ടുകയും ഒരുപാട് പേരത് യൂസ് ചെയ്യുകയും ചെയ്തതോട് കൂടിയിട്ട് അതിന് ഒരു നല്ലൊരു ഗ്ലോബൽ റീച്ച്, ഗ്ലോബലി അത് ലോഞ്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ശരിക്കും ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് അന്നത്തെ കാലത്ത് ഫേസ്ബുക്ക് മാത്രമായിരുന്നില്ല ആദ്യത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. വേറെയും ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഫേസ്ബുക്കിന് കിട്ടിയ ഒരു ആക്സെപ്റ്റൻസും ഒക്കെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സ്പീരിയൻസും എല്ലാത്തിൻ്റെയും വഴിയായിരുന്നു. അതുപോലെ തന്നെ നെറ്റ്വർക്ക് എഫക്റ്റും കൂടിയിട്ട് അതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, എല്ലാവരും അത് യൂസ് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ മാത്രം അത് യൂസ് ചെയ്യണില്ലല്ലോ, ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വലിയൊരു ഗ്ലോബൽ റീച്ചൊക്കെ കിട്ടിയത്. അങ്ങനെ ഫേസ്ബുക്ക് ഒന്ന് വളർന്ന് വലുതായപ്പോൾ ഫേസ്ബുക്ക് 2012 $1 ബില്യൺ കൊടുത്തിട്ട് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി മേടിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ $19 ബില്യൺ കൊടുത്തിട്ട് വാട്സാപ്പ് അക്വയർ ചെയ്തു, വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ഫേസ്ബുക്ക് എന്തിനാണ് ഈ ഇൻസ്റ്റഗ്രാമിനെയും വാട്സാപ്പിനൊക്കെ വാങ്ങിക്കുന്നത്, ഇങ്ങനെയുള്ള കമ്പനീസിനെ? അതായത് ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞുള്ള കമ്പനിക്കൊരു മിഷൻ ഉണ്ട്. ഇവരുടെ മിഷനായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന കമ്പനീസിനെ അല്ലെങ്കിൽ പ്രൊഡക്ട്സാണ് അവർ മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ വലിയ വലിയ ടെക് ജയൻസുകൾ ഇതുപോലുള്ള അവരുടെ ബിസിനസ്സിനോട് അലൈൻ ചെയ്ത് പോകുന്നു തോന്നുന്നുള്ള ചെറിയ ചെറിയ കമ്പനീസിനെ അക്വയർ ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇനി ഇതിൽ ശരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് മെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ മെറ്റ എന്നുള്ള വേർഡായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അതായത് ഈ ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യാനായിട്ട് ഒരു പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്പനിക്ക് ഒരു പേര് മെറ്റ എന്ന് കൊടുത്തു. മെറ്റയുടെ അണ്ടറിലുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ത്രെഡ്സ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാതും. അപ്പോൾ ഇനി ഈ മെറ്റ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നുള്ളതെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, അഡ്വർടൈസ്മെൻറ്റ് വഴിയാണ്. ഏത് പ്ലാറ്റ്ഫോംസിലേക്കൂടെയുള്ള അഡ്വർടൈസ്മെൻറ്റ് വഴി? ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതിലേക്കൂടെയൊക്കെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വഴിയാണ് അവർ മണി ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഈ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒക്കെ വാങ്ങിച്ചതെന്നുള്ളത്. അതായത് അവർക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാനായിട്ട് ഒരുപാട് പേര് ഡെയിലി വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു സ്പേസ് വേണം. അപ്പോൾ ആ സ്പേസാണ് ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ അവിടെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുമ്പോൾ ഈ കോൾ ടു ആക്ഷൻ, അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടു, അത് കണ്ടിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് പോകുന്ന എങ്ങോട്ടായിരിക്കും, കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിലോട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കണക്ഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഈസിനെസ്സിനും വേണ്ടിയിട്ട് അവർ മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും എങ്ങനെയാണ് ഇവർ മണി ഉണ്ടാക്കുന്നതെന്നുള്ളതും. ഈ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞില്ലേ, ഈ അഡ്വർടൈസ്മെൻറ്റിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വരിക. അതായത് 3 പേരാണ് ഇതിൽ എന്താ പറയുക ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ ഒരാളാണ് ഈ ബ്രാൻഡ്സുകൾ, ഈ കമ്പനീസുകൾ, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റർ, മെറ്റ. ഇങ്ങനെ 3 പേരാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാമ്പയിൻ എമൗണ്ട് എന്നുള്ള ഒരു ടേം കേട്ടിട്ടുണ്ടാവും പലരും. ഈ ക്യാമ്പയിൻ എമൗണ്ട് എന്ന് പറയുന്നത് ഈ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിന് പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് പോകുന്ന പൈസയല്ല, ഡയറക്റ്റ്ലി ഇങ്ങോട്ട് പോകുന്ന പൈസയാണ്. മെറ്റയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. അത് 1000 ആവാം, 10,000 ആവാം, ലക്ഷങ്ങളാവാം. ഇനി വേറൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട്. ഈ ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഡിജിറ്റൽ മാർക്കറ്ററിനെ സമീപിക്കുകയാണെങ്കിൽ അയാൾ അത് ചെയ്യുന്നത് ഒരു ജോലിയല്ലേ, അയാൾക്ക് സർവീസ് ചാർജ് കൊടുക്കണ്ടേ. അയാളുടെ ചാർജാണ് ഈ ഹാൻഡ്ലിംഗ് ഫീ. ഓക്കെ, പിന്നെ അയാൾക്ക് എന്ത് വാങ്ങിക്കാം എക്സ്ട്രാ ആയിട്ട്, ഇപ്പോൾ ഗ്രാഫിക് ഡിസൈൻസോ എന്തെങ്കിലും വീഡിയോ എഡിറ്റിങ്ങോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ചാർജസ് ഒക്കെ എക്സ്ട്രാ ക്ലയൻറ്റിൻ്റെ നിന്ന് ചാർജ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിനുള്ളൊരു പ്രത്യേക കാരണം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ടാർഗറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരെ മാത്രം നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കണം, അല്ലെങ്കിൽ ഇന്ന ഏരിയയിലുള്ള ആൾക്കാരെ മാത്രം കാണിക്കണം, ഇന്ന ഇൻട്രസ്റ്റ് ഉള്ള ഇന്ന ജോബുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിലൊരു മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. ഇതെങ്ങനെയാണ് പറ്റുന്നത്? അതായത് നമ്മളൊരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഇൻഫോർമേഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏജ്, നമ്മുടെ ഇമെയിൽ ID, നമ്മളുടെ എല്ലാ കാര്യങ്ങളും, ബർത്ത്ഡേ, എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഈ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ലൈക്ക് ചെയ്യുന്ന പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുന്ന വീഡിയോസ്, കാണുന്ന വീഡിയോസ്, ഇടുന്ന #, ഇതെല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന ഇൻട്രസ്റ്റ് ഉള്ള ഇന്ന ആളാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു അഡ്വർടൈസർ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ആഡ് കാണിക്കും. ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുമ്പോൾ, നമ്മളൊരു ലീഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കിട്ടുന്നുണ്ട്. ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ മറ്റോ എന്തോട്ടെ, അപ്പോൾ അവർക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാതും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എല്ലാ ബിസിനസ്സുകൾക്കും ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവും, അതായത് അവർ പൈസ ഉണ്ടാക്കുന്നൊരു മാർഗം ഉണ്ടാവും. അപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പൈസ ഉണ്ടാക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഈ ഒരു അതായത് ചിലർ പറയും ഫേസ്ബുക്ക് നമ്മളുടെ ഡാറ്റ എടുക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം നമ്മളുടെ ഡാറ്റ എടുക്കുന്നുണ്ട്. ഈ ഡാറ്റ എടുക്കുന്നത് ശരിക്കും നമുക്ക് നല്ല എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആകുമ്പോൾ നമ്മൾ ആ രീതിക്ക് വേണം അതിനോട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വെബ്സൈറ്റിൻ്റെ യൂസേഴ്സ് പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ നമുക്ക് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് അറിയാനുള്ളത്. ഒന്ന് ഡൊമെയിനും ഒന്ന് ഹോസ്റ്റിങ്ങും. അതിനു മുമ്പ് നിങ്ങൾക്കറിയാം ഒരു ഡെവലപ്പറാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ ആയിരിക്കും ഈ വെബ്സൈറ്റിൻ്റെ ഫയലുകൾ ഉണ്ടാവുക. ഈ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോട്ടോഷോപ്പ് ഫയൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഒരു ഫയലാണെന്ന് വിചാരിച്ചോ, അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഫയലുകൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ വേണം. ഒന്ന് ഡൊമെയിൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പോസ്റ്റൽ അഡ്രസ്സ് ഉണ്ടാവില്ലേ, യുണീക്കായിട്ടുള്ളൊരു അഡ്രസ്സ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റിനുള്ള ഒരു അഡ്രസ്സാണ് ഡൊമെയിൻ നെയിം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ abc.com അല്ലെങ്കിൽ amazon.com എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ തന്നെ അത് യുണീക്കായിരിക്കണം.
ഓക്കെ, വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇനി ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡെവലപ്പറാണ് വെബ്സൈറ്റ് ചെയ്യുക, ഡെവലപ്പറിൻ്റെ ലാപ്ടോപ്പിലായിരിക്കും ഫയൽസ് ഉണ്ടാവുക. ആളെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫയൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണം, വെബ്സൈറ്റ് ആയിക്കഴിഞ്ഞാൽ 24 hours എപ്പോൾ ആര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ വെബ്സൈറ്റ് ലൈവായിട്ട് കാണണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിൽ ഒരു സ്പേസ് ആവശ്യമാണ്. അപ്പോൾ ഈ ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ഹോസ്റ്റിംഗ് സർവീസ് നമുക്ക് മേടിക്കാം. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വെബ്സൈറ്റിൻ്റെ ഫയൽസിനെ അപ്ലോഡ് ചെയ്യുന്നതിനെയാണ് ഈ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്റ്റിങ്ങും നമ്മളുടെ ഡൊമെയിനും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയി. ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടാവില്ലേ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണെന്ന് വിചാരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ആര് എപ്പോൾ വേണമെങ്കിലും എനി ബ്രൗസറിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ഡൊമെയിൻ നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO, ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വേർഡിലെ സെർച്ച് എഞ്ചിൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കാൻ പോണത്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ മിക്കവാറും ഗൂഗിളായിരിക്കും. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് എന്താ, സെർച്ച് എഞ്ചിൻ ആണെങ്കിൽ കൂടെ അതൊരു കമ്പനിയാണ് അല്ലേ. അപ്പോൾ എവ്രി ബിസിനസ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു മിഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു ഗോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ മിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ എൻറ്റയർ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ വേൾഡിലുള്ള ഇൻഫോർമേഷൻസിനെ എല്ലാതും ഓർഗനൈസ് ചെയ്ത് ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു യൂസർക്ക് ആവശ്യമുള്ള രീതിക്ക് അതിനെ ഓർഗനൈസ് ചെയ്ത് യൂണിവേഴ്സലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ മിഷൻ. അപ്പോൾ ആ മിഷൻ കൂടെ അവർ എയിം ചെയ്യുന്നത് എന്താണ്, കസ്റ്റമർക്ക് റെലവൻ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ എയിം. ഈ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ പോളിസീസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന വെബ്സൈറ്റുകളെ മാത്രമാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ കാണിക്കുള്ളൂ. അതായത് നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് എന്താ നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നത്, വെബ്സൈറ്റുകളല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഈ വെബ്സൈറ്റുകളൊക്കെ ടോപ്പിൽ വരാൻ കാരണം എന്താണ്, ഈ വെബ്സൈറ്റുകളൊക്കെ ഗൂഗിൾ പറയുന്ന ഈ പോളിസീസ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ടുള്ളവരെയാണ്. അതുകൊണ്ടാണ് അവർ ടോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സെർച്ച് എഞ്ചിനിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം അതിൽ നിന്ന്, ഈ വെബ്സൈറ്റുകളെയൊക്കെ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് വെബ്സൈറ്റിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യും. അതിനെല്ലാത്തിനെയും കൂടിയിട്ട് പറയുന്നതാണ് SEO എന്നുള്ളത്. അടുത്തത് നമുക്ക് ഗൂഗിൾ ആഡ്സിനെ പറ്റിയിട്ട് പറയാം. അതായത് നിങ്ങൾ 2 ടൈപ്പ് ഗൂഗിൾ ആഡ്സ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഒന്ന് സെർച്ച് ആഡ്സും ഒന്ന് ഡിസ്പ്ലേ ആഡ്സും. സെർച്ച് ആഡ്സ് എന്ന് പറയുമ്പോൾ അതേ ഇപ്പോൾ കാണുന്ന പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പോൺസേർഡ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ഇതുപോലത്തെ റിസൾട്ട്. ഇനി ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ മേ ബി 2 ടൈപ്പ് വരാം. അതായത് വീഡിയോ ആഡ്സും വരാം, ബാനർ ആഡ്സും വരാം. ഇപ്പോൾ വീഡിയോ ആഡ്സ് ആണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പല സ്ഥലത്ത് ഡിസ്പ്ലേ ആഡ്സ് കാണുന്നുണ്ടാവും. മൊബൈൽ ആപ്പുകൾ എടുക്കുമ്പോൾ അതിനകത്ത് കാണുന്നുണ്ടാവും, ചില വെബ്സൈറ്റുകൾ എടുക്കുമ്പോൾ അതിൽ കാണാൻ പറ്റുന്നുണ്ടാവും, അങ്ങനെ. അപ്പോൾ ഇതിനൊക്കെ പുറമെ നിങ്ങൾ ആദ്യം തന്നെ അറിയേണ്ടത് ഡിസ്പ്ലേ നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അടുത്തത് ഡിസ്പ്ലേ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. അതായത് പരസ്യം ചെയ്യാനായിട്ട് ഗൂഗിൾ ഒരുപാട് സ്പേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ശരിക്കും ഡിസ്പ്ലേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മൾ വഴി കൂടെ പോകുമ്പോൾ, അതായത് നമ്മൾ ഒരു ഹൈവേയുടെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ വീടുകളുടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടാവും വലിയ ഹോർഡിങ്സോ ഫ്ലെക്സ് ബോർഡൊക്കെ അല്ലേ. അതിലിങ്ങനെ പരസ്യങ്ങൾ ഓരോ കമ്പനിയുടെ അല്ലെങ്കിൽ ഓരോ ബ്രാൻഡിൻ്റെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ ആരാണ് തീരുമാനിക്കുന്നത് എന്ത് അഡ്വർടൈസ്മെൻറ്റ് വരണം എന്നുള്ളത്? ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയാണ്. ആ ഹോർഡിങ്സ് അവിടെ വെച്ചിട്ടുള്ളതും ആരായിരിക്കും? ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി ആയിരിക്കും. ഇനി ആ ഹോർഡിങ്സ് അവിടെ വെക്കുന്നതിന് മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒക്കെ ആ ഒരു വീട്ടുടമസ്ഥന് ഒരു ചാർജ് കൊടുക്കുന്നുണ്ടാവുമല്ലോ ഒരു. യെസ്, ഇതുപോലെ തന്നെ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണിക്കാം? ഗൂഗിൾ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തുറന്നു തരുന്നു. എന്ത്? ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ആഡ്സ് നിങ്ങളുടെ
വീഡിയോൻ്റെ ഇടയിൽ കാണിക്കുക എന്നുള്ളത്. അത് കാണിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താ? നിങ്ങൾക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും അതിൽ റൺ ചെയ്യുന്ന ആഡ്സിനനുസരിച്ച്. ഇതുപോലെ തന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൽ വയ്ക്കുന്ന ആഡ്സിനനുസരിച്ച് വീട്ടുടമസ്ഥനും ഒരു മന്ത്ലി ഒരു സാധനം അവിടെ വെക്കുന്നതിനുള്ളൊരു ചാർജ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ നെറ്റ്വർക്ക്, അപ്പോൾ അതൊരു ഡിസ്പ്ലേ നെറ്റ്വർക്കാണ് അല്ലേ. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ മെട്രോ, കൊച്ചിയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മെട്രോൻ്റെ പില്ലറുമൊക്കെ നിങ്ങളെ അഡ്വർടൈസ്മെൻറ്റ് കാണാം. അതൊരു ഡിസ്പ്ലേ നെറ്റ്വർക്കാണ്. അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം അഡ്വർടൈസ്മെൻറ്റ്. ഇതുപോലെ ഗൂഗിളിൽ വരുമ്പോൾ എന്തായിരിക്കും ഡിസ്പ്ലേ നെറ്റ്വർക്ക്? പല പല വെബ്സൈറ്റുകളാവാം, യൂട്യൂബ് ചാനൽസ് ആവാം, ആപ്പുകളാവാം, അങ്ങനെ പലയിടങ്ങളാവാം. ഇതാണ് ഡിസ്പ്ലേ നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ ഫേസ്ബുക്കിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിളിൻ്റെ പാരൻറ്റ് കമ്പനിയുടെ പേരാണ് ആൽഫബറ്റ് എന്നുള്ളത്. ആൽഫബറ്റിന് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ഗൂഗിളിൻ്റെ തന്നെ, അതായത് ഗൂഗിൾ പേ, ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ ക്രോം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറ്, ആൻഡ്രോയിഡ് ഗൂഗിൾ അക്വയർ ചെയ്തതാണ്, അതായത് 2005 അക്വയർ ചെയ്തതാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് 2006 ഗൂഗിൾ അക്വയർ ചെയ്യുന്നത്. ഒരു 250ഓളം കമ്പനീസിനെ ഗൂഗിൾ അക്വയർ ചെയ്തിട്ട് തന്നെയുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ കമ്പനിക്കും അവരുടേതായിട്ടുള്ളൊരു ബിസിനസ് മോഡൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബിസിനസ് മോഡൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ യൂട്യൂബും അക്വയർ ചെയ്തത്. അതായത് അവർക്കൊരു ഡിസ്പ്ലേ നെറ്റ്വർക്ക് വേണം അല്ലേ, ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോമാക്കി മാറ്റാനും പറ്റും എന്നുള്ളതുകൊണ്ടാണ് അവർ ആ ഒരു സാധനം അക്വയർ ചെയ്തത് കേട്ടോ. അതായത് നിങ്ങൾക്കറിയാം വെബ്സൈറ്റിൻ്റെ ഓണർഷിപ്പ് വേറെ ആൾക്കായിരിക്കും. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് വേറൊരു കമ്പനിയാണ്, ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വേറൊരു കമ്പനിയാണ്. പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിലേക്ക് ലാൻഡ് ചെയ്തു. എന്നിട്ട് അയാൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാതെ തിരിച്ചു പോയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ആ പെർട്ടിക്കുലർ അതേ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ആ വന്ന ആളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, മേ ബി ഇൻസ്റ്റഗ്രാം ആവും, അതിൽ ആഡ് കാണിക്കാൻ പറ്റും. അതിന് റീമാർക്കറ്റിംഗ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് കിട്ടുന്നത്. ഈ ഒരു വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി അറിയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മളിത് ഇവിടെ വെച്ച് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നെക്സ്റ്റ് ഒരു വീഡിയോ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അങ്ങനത്തെ ഒരെണ്ണം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയിട്ടുള്ള സജഷൻസും നിങ്ങൾ പറയണം. അതായത് ഇപ്പോൾ സ്പീഡ് കൂടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്പീഡ് കുറയുകയാണെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പോലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല വീഡിയോസായിട്ട് അടുത്ത തവണ കാണാം. അപ്പോൾ അതുവരെ ബൈ.